ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ജീവിതത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഓരോ അതായത് സെന്റൻസുകൾ പറയുകയാണെങ്കിൽ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും, നമ്മളെപ്പോഴും പറയില്ലേ. ഇനി ഞാൻ അവിടെ പോയില്ലെങ്കിൽ അവൾ എന്തോർക്കും, ഇനി ഞാനത് ചെയ്തില്ലെങ്കിൽ അവരെന്തു പറയും, ഇങ്ങനെ നമ്മൾ ഒത്തിരി പറയില്ലേ. അവര് വന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തോർക്കും, ഇങ്ങനെ നമ്മൾ കുറേ സെന്റൻസുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് അതെങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെയുള്ള നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അപ്പോ അതിനു മുൻപ് നമ്മുടെ കുറെ ക്വസ്റ്റ്യൻസ് എങ്ങനെ മേക്ക് ചെയ്യാം എന്നുള്ള കുറേ ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുമുണ്ട്, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ചോദ്യം ചോദിക്കാൻ അറിയുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യം. നമുക്ക് ചോദ്യം ചോദിക്കാൻ അറിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ പഠിക്കുക. നമ്മുടെ പ്ലേലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയാണ്: ഞാൻ ചെയ്തില്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും. ഒരു കാര്യം നമ്മളോട് അവൾ ചെയ്യാൻ പറഞ്ഞിട്ട് പോയേക്കാണ്, അപ്പൊ നമുക്ക് ചെയ്യാൻ മടിയാണ്. എന്നിപ്പോ ഞാൻ പറയാണ്, ഞാൻ ചെയ്തില്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും. ഞാൻ ചെയ്തില്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും. അപ്പൊ നമുക്കിവിടെ ആദ്യം അവൾ എന്ത് വിചാരിക്കും എന്ന് വേണം പറയാൻ. അവൾ എന്ത് വിചാരിക്കും, എന്തെന്ന് പറയാനുള്ള ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട്. വിചാരിക്കും, വിൽ ആണ് നമുക്ക് വേണ്ടത് അല്ലെ. വിൽ, വിചാരിക്കുക, തിങ്ക്. അപ്പൊ എന്തായി? ഇനി എന്താണ്? ചെയ്തില്ല എങ്കിൽ, എങ്കിൽ എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം? ഇഫ് വേണം. അപ്പൊ ഞാൻ ചെയ്തില്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും എന്നെങ്ങനെ പറയാം? അവൾ എന്ത് വിചാരിക്കും, എന്ത്, വാട്ട് വിൽ, ആര്, ഷീ തിങ്ക്. വാട്ട് വിൽ ഷീ തിങ്ക്, അവൾ എന്ത് വിചാരിക്കും, എന്ത്, ഞാൻ ചെയ്തില്ല എങ്കിൽ, ഇഫ് ഐ ഡോണ്ട്, ഞാൻ ചെയ്തില്ല എങ്കിൽ. അപ്പൊ എങ്ങനെയാണ്? വാട്ട് വിൽ ഷീ തിങ്ക്, വാട്ട് വിൽ ഷീ തിങ്ക് ഇഫ് ഐ ഡോണ്ട്, ഞാൻ ചെയ്തില്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും. നെക്സ്റ്റ് സെന്റൻസ്: ഞാൻ വന്നില്ലെങ്കിൽ അവൾ എന്തോർക്കും. ഞാൻ വന്നില്ലെങ്കിൽ അവൾ എന്തോർക്കും അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് പറയൂ, അവൾ എന്തോർക്കും? വാട്ട് വിൽ ഷീ റിമെമ്പർ, ഓർക്കുക, റിമെമ്പർ. അപ്പൊ വാട്ട് വിൽ ഷീ റിമെമ്പർ, എന്ത് ഓർക്കും. വാട്ട് വിൽ ഷീ റിമെമ്പർ, എന്തോർക്കും, എന്താണ്? ഞാൻ വന്നില്ല എങ്കിൽ, ഇഫ് ഐ വന്നില്ല, ഡോണ്ട് കം, ഇഫ് ഐ ഡോണ്ട് കം, ഞാൻ വന്നില്ല എങ്കിൽ. അപ്പൊ എങ്ങനെയാണ്? വാട്ട് വിൽ ഷീ റിമെമ്പർ ഇഫ് ഐ ഡോണ്ട് കം, ഞാൻ വന്നില്ലെങ്കിൽ. ഡോണ്ട് വെക്കുന്നതിന്റെ കാര്യം വന്നില്ല, ഡോണ്ട് കം. അവൾ പഠിച്ചില്ലെങ്കിൽ അവൾ എന്ത് എഴുതും. അവൾ എന്ത് എഴുതും ഇനി എങ്ങനെ പറയണം? വാട്ട് വിൽ ഷീ റൈറ്റ്, അവൾ എന്ത് എഴുതും? വാട്ട് വിൽ ഷീ റൈറ്റ്. പഠിച്ചില്ല എങ്കിൽ, ഇഫ് ഷീ ഡസൻറ്റ് സ്റ്റഡി, വാട്ട് വിൽ ഷീ റൈറ്റ് ഇഫ് ഷീ ഡസൻറ്റ് സ്റ്റഡി. അവൾ പഠിച്ചില്ലെങ്കിൽ അവൾ എന്ത് എഴുതും. ഇനി അവനത് കിട്ടിയില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവനത് കിട്ടിയില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? എങ്ങനെ പറയും? വാട്ട് വിൽ ഹി ഡു, അവൻ എന്ത് ചെയ്യും? ഇഫ് ഹി ഡസൻറ്റ് ഗെറ്റ് ഇറ്റ്, ഇഫ് ഹി ഡസൻറ്റ് ഗെറ്റ് ഇറ്റ്. ഹി വന്നത് കൊണ്ട് നമ്മൾ ഡസ് ഉപയോഗിച്ചു. അടുത്തത്: ടോം നന്നായി കളിച്ചില്ലെങ്കിൽ അവൻ എങ്ങനെ സെലക്ഷൻ കിട്ടും. ടോം നന്നായി കളിച്ചില്ലെങ്കിൽ എങ്ങനെ സെലക്ഷൻ കിട്ടും? എങ്ങനെ കിട്ടും? എങ്ങനെ സെലക്ഷൻ കിട്ടും, എങ്ങനെ, ഹൗ. ഹൗ വിൽ ഹി ഗെറ്റ് സെലക്ഷൻ, എങ്ങനെ സെലക്ഷൻ കിട്ടും, എന്താണ്? ഇഫ്, എന്താണ്? ഇഫ് ഹി ഡസൻറ്റ് പ്ലേ വെൽ, അവൻ നന്നായി കളിച്ചില്ലെങ്കിൽ. ഇഫ് ഹി ഡസൻറ്റ് പ്ലേ വെൽ, അവൻ നന്നായി കളിച്ചില്ലെങ്കിൽ ഹൗ വിൽ ഹി ഗെറ്റ് സെലക്ഷൻ, എങ്ങനെ അവന് സെലക്ഷൻ കിട്ടും. ടോമിന് എങ്ങനെ സെലക്ഷൻ കിട്ടും. ഇപ്പൊ ടോമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഇഫ് ടോം എന്ന് ചേർക്കുക. അടുത്തത്: അവന് ബസ് കിട്ടിയില്ലെങ്കിൽ അവൻ എങ്ങനെ പോകും. ബസ് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ പോകും? എങ്ങനെ പോകും. ഹൗ, എങ്ങനെ. ഹൗ ക്യാൻ ഹി ഗോ, അവൻ എങ്ങനെ പോകാൻ കഴിയും, എന്താണ്? ഇഫ് അവൻ എന്ത് കിട്ടിയില്ലെങ്കിൽ, ഹി ഡസൻറ്റ് ഗെറ്റ് ഓൺ ദ ബസ്, ഹി ഡസൻറ്റ് ഗെറ്റ് ഓൺ ദ ബസ്. ഹൗ ക്യാൻ ഹി ഗോ ഇഫ് ഹി ഡസൻറ്റ് ഗെറ്റ് ഓൺ ദ ബസ്. ബസ് കിട്ടിയില്ല എങ്കിൽ, ബസ്സിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ പോകും. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എങ്ങനെ നിന്റെ രോഗം മാറും.
ഹൗ വിൽ യുവർ ഡിസീസ് ബി ക്വയറ്റ്? എങ്ങനെ ശാന്തമാകും? ഹൗ വിൽ യുവർ ഡിസീസ് ബി ക്വയറ്റ്? എങ്ങനെ ശാന്തമാകും? ഇഫ് യു ഡോണ്ട് ഈറ്റ്. നന്നായി കഴിച്ചില്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് ഈറ്റ്, കഴിച്ചില്ലെങ്കിൽ എങ്ങനെ നിന്റെ രോഗം ശാന്തമാകും, രോഗം കുറയും? ഡിസീസ് ബി ക്വയറ്റ്. അപ്പോ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണെങ്കിലും ഒരു സെന്റൻസ് വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കൊടുക്കുക. പിന്നെ ഇതേപോലെ സെന്റൻസുകൾ നിങ്ങൾ പറഞ്ഞു പഠിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ ഗ്രാമർ ഒക്കെ കുറെ അറിയുന്നുണ്ടാവാം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ മാത്രം പോരാ, പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുക. അതല്ലെങ്കിൽ നമ്മുടെ നാവനക്കി തന്നെ നമ്മൾ പറഞ്ഞു പഠിക്കണം. എങ്കിലേ ഇംഗ്ലീഷ് നമുക്ക് നമ്മുടെ നാവുമായിട്ട് എന്താ പറയുക കൂട്ടാവത്തുള്ളൂ. ഇപ്പൊ മലയാളം മാത്രം സംസാരിക്കുന്ന നമ്മുടെ നാവിൽ ഇംഗ്ലീഷ് അലിഞ്ഞു ചേരണമെങ്കിൽ നമ്മൾ നാവ് അനക്കി തന്നെ ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും തന്നെ എൻ്റെ ആദ്യമേ മുതലുള്ളവർക്കാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോ ഗ്രാമർ അറിയാം. നമ്മൾ കുറേ ഗ്രാമർ ഇങ്ങനെ കാണാതെ പഠിച്ച് ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല എന്നല്ല, സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് കാര്യമില്ല. സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? സംസാരിച്ചു തന്നെ പഠിക്കണം. അപ്പോൾ കുറേ ഗ്രാമർ ഇങ്ങനെ എഴുതി, നിങ്ങൾക്ക് എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, ഒക്കെ അറിയാം, സെന്റൻസുകളൊക്കെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം. പക്ഷെ ഒന്ന് മാത്രം നിങ്ങൾക്കറിയില്ല. എന്തു മാത്രം അറിയില്ല? സംസാരിക്കാൻ മാത്രം അറിയില്ല. അങ്ങനെ വിഷമിക്കരുത് നിങ്ങൾ. എനിക്ക് സംസാരിക്കാൻ കൂട്ടില്ലല്ലോ, ആളില്ലല്ലോ എന്നോർത്തൊന്നും വിഷമിക്കരുത്. നമുക്ക് വേണ്ടി നിങ്ങൾക്ക് മൈ ഇംഗ്ലീഷ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊരുക്കിയിട്ടുണ്ട്? നല്ല ട്രെയിനേഴ്സിനെ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രെയിനറും നിങ്ങൾക്ക് മാത്രമായിട്ട് നിങ്ങളുടെ ജീവിത കാര്യങ്ങൾ, ജീവിത ലൈഫ് സ്റ്റൈൽസ് ഒക്കെ നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ആ മനസ്സിലുള്ള ഗ്രാമറിനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് പഠിക്കാം. അല്ലാതെ നിങ്ങൾ അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് എഴുതാൻ പഠിക്കാം, വായിക്കാൻ പഠിക്കാം, നല്ല നല്ല സെന്റൻസുകളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ പറഞ്ഞ് പഠിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെ പഠിക്കണം. അപ്പൊ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ തന്നെ വാട്സപ്പ് നമ്പറിൽ കൊണ്ടിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനെയുള്ള സംസാരിച്ച് പഠിക്കണം. പേഴ്സണൽ ട്രെയിനിങ് നിങ്ങൾ ജോയിൻ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനേഴ്സിനോട് സംസാരിക്കാം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് നിങ്ങൾക്കുള്ള ഇംഗ്ലീഷിനെ നന്നായിട്ട് നിങ്ങളുടെ ഗ്രാമറൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിച്ച് പഠിക്കാൻ പറ്റും. അപ്പൊ ഇപ്പോൾ തന്നെ സമയം ഒട്ടും കളയണ്ട. എൻ്റെ വാട്സപ്പ് നമ്പർ ഇപ്പോൾ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. സംസാരിച്ച് തന്നെ പഠിക്കുക, സംസാരിക്കുക തന്നെ വേണം നിങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു.